ഹേയ്, എന്തായി സുഖമായില്ലായിരിക്കും? അപ്പോൾ എനിക്ക് നല്ല സുഖം. അപ്പോൾ ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം അടിക്കുക. അപ്പോൾ ഇന്നറിയാം നമുക്ക് വീഡിയോ കിടക്കാമല്ലേ. അങ്ങനെ ഇന്നൊരു പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോകുന്നില്ലത് മാമാൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഇന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള പണി മാത്രമേ ഉണ്ടായത്. ഞാൻ എണീക്കുമ്പോഴത്തേക്ക് ചുമ്മാ പകുതി പണി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില്ലറ പണി ഉണ്ടായത്. സോ അപ്പോഴത്തേക്ക് ഉമ്മ കോളൊക്കെ പറഞ്ഞ് ഞാൻ മാമാൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, നീ വരുന്നോന്ന് വെച്ചിട്ട് പിന്നെ പോണ്ടേ, പോയില്ലേ പറ്റൂ. അടുത്ത് തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മളെ മാമാൻ്റെ കാക്കാനൊക്കെ ഉള്ളത്. സോ ഞാൻ കാക്കാൻ്റെ ചാച്ച എന്നിട്ടാണ് വിളിക്കാറുള്ളത്. ഇപ്പോഴത്തെ കാക്ക എന്ന് പറയുന്നത് ആ ചാച്ചാൻ്റെ പേര്, ചാച്ചാവും മാമ ഒന്നിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ അടുത്തന്നെ എൻ്റെ വീട്ടിൻ്റെ ഒരു 2 മിനിറ്റ് പോയെങ്കിൽ ആടെ താമസം വന്നിട്ടുള്ളത് കേട്ടോ. സോ നമ്മൾ ആട്ടേക്ക് നേരെ പോകുന്നില്ലത്. അപ്പോഴത്തേക്കുണ്ടല്ലോ ഫുൾ അമ്പൽപ്പൂട്ടാ. എൻ്റെ റൂമിൽ മുകളിൽ എന്താ പറയുക, മുകളിലത്തെ ഇതിൽ ബാർപ്പിൽ കയറിയെങ്കിൽ എൻ്റെ പൊന്നെ കണ്ടത്തിലുണ്ടല്ലോ ഫുൾ വൈറ്റ് അമ്പൽപ്പൂക്കാണ്. എന്ത് രസം എന്ന് പറഞ്ഞാൽ വൈറ്റ് നല്ലുണ്ട് കാണാൻ. അങ്ങനെ നേരെ മാമാൻ്റെ അവിടെ എത്തി. അപ്പോഴത്തേക്ക് ഇതാ എൻ്റെ അല്ല എത്ര മക്കളെന്നറിയോ, 4, 5, 6, 7 ആൾ ഈ കുഞ്ഞി പെരക്ക് ഇന്ന് ഇതാക്കുന്നില്ല. എൻ്റെ പെരക്ക് അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ പെരക്ക് 4 മക്ക, അതിനെ കൂട്ടിയിട്ട് 5 മക്ക, പിന്നെ ചാച്ചൻ്റെ 2 മക്ക, എൻ്റെ ഒരു ചാച്ചനെ ഓള് വന്നിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെ കുട്ടിക്ക് കൊണ്ട് വന്നിട്ടുണ്ടായിട്ടാ. സോ എന്ത് പറയലേ, ഇവര് ഈടെ വിട്ടതൊന്നും അറിയാം. എൻ്റെ ബദരിങ്ങളെ എന്തെന്ന് പിടിച്ചാൽ കിട്ടുന്നില്ല. എനിക്ക് അതിനെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന് 6-7 എണ്ണത്തിന് ഇന്ന് വൈകുന്നേരം വരെ ആക്കണമല്ല. എൻ്റെ ഉമ്മ നല്ല സമ്മതിക്കണം കേട്ടോ. എനിക്ക് എൻ്റെ ഉമ്മനെ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നുന്നു. പക്ഷേങ്കിൽ ആരും നോക്കിയില്ല കേട്ടോ, ആരും ഇതാക്കിയില്ല. സോ ഉമ്മ ഇത്ര മക്കളെ പിടിച്ചിട്ടുണ്ടല്ലോ ഇതാക്കും. എങ്ങനത്തെ ടാസ്ക് വന്നാലും ഉമ്മ അവിടെ നിന്നിട്ട് ഇതാക്കും. പക്ഷെ എൻ്റെ കൺട്രോൾ പോട്ടെ. ഈ കൂട്ടത്തിലുണ്ടല്ല ഇതാക്കണ്ട. ഈടെത്തിയപ്പാട് എല്ലാവരും മുറ്റത്തിറങ്ങി. അതുവരെ ഞാൻ പോകുന്നവരെ ഉള്ളിലുണ്ടായിന്. ഉമ്മ പറഞ്ഞ അച്ചുവാണ് ഗ്യാസിൻ്റെ ഇടയിൽ വടീൻ്റെ എടുത്തിട്ട് കൊണ്ടാന്ന്. ഞാൻ ഉമ്മൻ്റെ കയ്യിലെടുത്തു. ഉമ്മൻ്റെ ഇടപ്പേടി എത്ര തച്ചാലും ഉമ്മനെ പള്ളക്കന്നെ കൂടിട്ടാ. ഉമ്മ പറഞ്ഞ അച്ചൊന്നും ഇവ എന്നെ കൊണ്ട് കൺട്രോൾ ആകുന്നില്ലാന്ന്. ഞാൻ പോയി. എന്നെ ഭയങ്കര പേടിയിട്ടാ എൻ്റെ മോൻ്റെ വിട്ടെങ്കിൽ എൻ്റെ ചാച്ചൻ്റെ മക്കൾക്ക്, അതേക്ക് എനിക്ക് എന്ത് പറയല്, എൻ്റെ ഇച്ഛൻ്റെ മക്കൾക്കും ഭയങ്കര പേടി. പക്ഷെ ഇവർക്ക് വയ്യത്തുന്ന ഇടയിൽ എന്നെ നല്ല പേടിക്കൂട്ടാ. ഒന്നുമില്ല, ഞാൻ തല്ലില്ല. പക്ഷെ വയ്യത്തുമനെ ഇവർ ഉള്ളിൽ കയറും. ഞാൻ ബെൽറ്റ് പിടിച്ചാൽ മതി. ഞാൻ മൈന് ബെൽറ്റ് ഇല്ല, വയറ് പിടിച്ചാൽ മതി. ഫസ്റ്റത്തത് ഉണ്ട്, അതാ മുമ്പിൽ പോകുന്നേ ഇല്ല. അതെൻ്റെ ഇച്ഛൻ്റെ ഫസ്റ്റത്തെ മോന്. എൻ്റെ പൊന്നെ എന്ത് പറയല്, കുരുത്തക്കെടിൻ്റെ ഉസ്താദ് ഇട്ടാ. അതിനാണ് ഫസ്റ്റ് പേടി. ഓനാണ് പേടിക്കുന്നത് കൊണ്ടാണ് ഈ ബാക്കിയുള്ളവരെല്ലാം പേടിക്കുന്നില്ല തന്നെ. എന്നെ ഭയങ്കര പേടിയിട്ട. എന്തുണ്ടെങ്കിലും അച്ചു ഇങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ അവരടങ്ങിയിട്ടിരിക്കും കേട്ടോ. പക്ഷെ കുറച്ച് നേരം എന്താ പറയുക, ഞാൻ പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നു. പിന്നെ എല്ലാവരും മുറ്റത്ത് ഉണ്ടായിട്ടാ. നല്ല രസമുണ്ടായി. എന്താ പറയല്, അപ്പോഴത്തേക്ക് ഇതാ ഈ കൂട്ടത്തിൽപ്പെട്ട് ഈ ഒന്നിനൊക്കെ ഓർമ്മ ഉണ്ടായിട്ടാ. ഉറങ്ങുന്നുണ്ടായിട്ടാ ഞാൻ വരുമ്പോഴത്തേക്ക്. പിന്നെ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെ ആടെ തന്നെ ഉണ്ടല്ലോ ഈ ചണ്ട മുട്ടുന്നവരുണ്ടല്ലോ, അവരെ പ്രാക്ടീസ് ആക്കുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് ഗ്യാങ്സ് ഉണ്ട്. സോ അവരെല്ലാം ആടെ തന്നെ കേട്ടോ. ഇപ്പം എൻ്റെ ബാക്കിലാണ് പ്രാക്ടീസ് ആക്കുന്നത്. ഈ പൊട്ടുന്നുണ്ടായിരുന്നു, പറ്റുന്നുണ്ടായിട്ടോ അവരെ സൗണ്ട് കൊണ്ട്. അതുകൊണ്ട് പുള്ളന്മാർ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡാൻസും അത് ഇതെല്ലാം കളിച്ചുകൊണ്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ച് നേരം മാമാൻ്റെ അടുത്ത് ഇരുന്നിട്ട് കഥ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും മാമക്ക് കഴിയുന്നുണ്ടായിട്ടോ, ഒട്ടും കഴിയുന്നുണ്ടായിട്ടോ. പിന്നെ മാമാനെ ഡിസ്റ്റർബ് ആക്കാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടാ. പിന്നെ ഇതാ ഇടന്നെ ഈ പടിമ ഇങ്ങനെ മുണ്ടാതിരുന്ന്. അപ്പോഴത്തേക്ക് ഇതാ എല്ലാവരും ഉള്ളിൽ കയറിയിട്ടാ. പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, ചെറുതിൻ്റെ തൊട്ട് വലിയത് വരെ. ഇതാണ് കസിൻസ് ഗൈസ്, എല്ലാം ഒന്നിച്ചിട്ട്. ഇവർ വലുതാകുമ്പോൾ എന്ത് രസം ഉണ്ടാവല്ലേ. എൻ്റെ പൊന്നെ ഇവരെല്ലാം പ്ലാൻ ആക്കുമായിരിക്കും. അല്ല ഡാ നിനക്ക് എന്താ ലീവ് കിട്ടിയാ, സ്കൂളുണ്ടെങ്കിൽ ആടെ പോവാം, നമുക്ക് ഇവിടെ പോവാം. ലീവ് കിട്ടിയപ്പാട് ആരെങ്കിലും പറയുമല്ലോ നമുക്ക് ചാച്ചനോട് പോവാം, നമുക്ക് ദീദീനോട് പോവാം, നമുക്ക് മമ്മീനോട് പോവാം. എല്ലാം പ്ലാൻ ആക്കുമായിരിക്കും അല്ല. ഞാൻ ഇവരിങ്ങനെ അവർ കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചത് തന്നെ. ഇവർക്ക് ബയ്യത്തുന്നതിൻ്റെ ഒരു സൈഡെങ്കിൽ ഞാൻ ഇവരിങ്ങനെ കളിച്ചിട്ട് കളിമ്പിക്കോണ്ടുണ്ടാകുമ്പോൾ എത്ര ആൾ ചൊടിക്കുമല്ലോ. ഇപ്പോൾ ബ്രദേഴ്സ്, ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ 2-3 മക്കളുണ്ട്. അവരപ്പുറം ചൊടിക്കലും. പിന്നെ ഞാൻ നിനക്ക് മുണ്ടിയില്ല, നിന്നെ കൂട്ടിയില്ല, നമ്മൾ ആടെ പോവും, നിന്നെ കൂട്ടിയില്ല, അങ്ങനെയുള്ള രസം ഉണ്ടാവില്ല വലുതാകുമ്പോൾ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായത്. എൻ്റെ കസിൻസിൽ എനിക്ക് അങ്ങനെ കസിൻസ് പറയുന്നത് ചെറുത് ടൈപ്പാണ്. അവർ കോളേജിലെല്ലാം എത്തുന്നില്ലത്. സോ അതുകൊണ്ട് ഞാൻ ഇച്ചവും വലുത്
ബാക്കി എല്ലാവരും ചെറുത്ത്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പാടാൻ എല്ലാവരും ഡിഗ്രിയിലെത്തി. ഇപ്പോൾ +1 ബാക്കി പിന്നെ ചെറുതുള്ളത്. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു കസിൻസ് ഇല്ല കേട്ടോ. പിന്നെ ബാക്കി ഉണ്ട്, ഇല്ല എന്നല്ല, ഉപ്പാൻ്റെ ഫാമിലി ഉണ്ട്. നമുക്ക് അത്ര കോണ്ടാക്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ അറിയില്ല. സോ ഉള്ളത് ഉമ്മാൻ്റെ ഫാമിലി മാത്രം. പക്ഷേ എന്താ പറയുക, അതിൽ നമ്മൾ രണ്ടാളും വലുത്, ഞാനും ഏറ്റവും വലുത്, മൂത്ത മോളെ മക്കളായത് കൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചെറുതായിട്ടാ. പിന്നെ എന്താ പറയുക, ഇത് നമ്മളെ ഐസുമ്മാക്കമ്മ ഇരുന്ന് കൊടുക്കുന്ന സ്റ്റൈല് എല്ലാ വീഡിയോയിൽ കണ്ടിട്ട് ഇന്ത്യൻ സ്റ്റൈലും എന്താ പറയുക പുറത്തത്തെ കൺട്രീൻ്റെ ഇതല്ല എൻ്റെ പൊന്നെ അതേ കണക്ക് എനിക്ക് തോന്നിയിട്ട് എന്തെന്ന് മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ലായിട്ട്. അപ്പോഴത്തേക്ക് ബാബിൻ്റെ ജ്യൂസ് എത്തി. പിന്നെ ഇതാ ഐസുമ്മ രയോ ആരും ഒന്നും ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഉറക്കാൻ കടത്തിയത്, പക്ഷെ ഉറങ്ങിയിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇവിടെ ഫുഡെല്ലാം റെഡി ആകുന്നുണ്ടായിരുന്നു. അവർ ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ ഒരു ഇളക്കിയിട്ട് ഞാൻ നടന്ന് മുങ്ങിയിട്ടാ. ഞാൻ ആ ഭാഗത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഓരോരോ മൂലക്ക് ഇത് കുഴിയിലുള്ളത്. അപ്പോഴത്തേക്കുണ്ടല്ല എന്തെന്നതാ ബോൾ എറിഞ്ഞിട്ട് കളിക്കുന്നില്ല. ഞാൻ എന്താക്കി ഇതിനെ ഒന്ന് സൗണ്ടാക്കാതെ മല്ല, പിന്നെ എല്ലാവരും ഈ കിണറിൻ്റെ ബാക്കിലുള്ളത് കേട്ടാ. ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഏടെ കുഴിയിലുണ്ടായിനി, ഏതേത് മൂലൊക്കെ ഉണ്ടായിനി തന്നാലെ വന്നു കേട്ടാ. പിന്നെ എന്താ പറയുക, പിന്നെ ഉള്ളിൽ പോയിട്ട് പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനെ ഇങ്ങനെ എല്ലാ പിള്ളമാരെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിന്. പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ കാലും കൈയും എല്ലാം കഴുകിയിട്ട് വന്ന് എന്നിട്ട് എല്ലാവരും പിള്ളമാരെല്ലാം അവർക്ക് വേണേ കണിക്ക് തന്നെ ഇട്ടിച്ചിട്ട് ഫുഡ് എടുക്കാനായിട്ടാ ഇതൊക്കെ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഇതാ ഈ ഉടുക്കിണ്ടല്ലോ ചൂടാകുന്നുണ്ടായിട്ടാ. അപ്പം ഇങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറേ കഥ പറഞ്ഞിട്ടാ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ചൊക്കെ, ഞാനും ഉമ്മ ബാബി ഇത്ര 7 പിള്ളന്മാർ, 2 ഭാവിമാരും 3 ഭാവിമാരും, എൻ്റെ പൊന്നെ നല്ല രസമുണ്ടായിരുന്നു. വൈകുന്നേരം ആയതറിയില്ല കേട്ടോ. പിന്നെ എനിക്ക് എന്താ പറയല്, അടുത്തായത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ട്. പിന്നെ എനിക്ക് കസിൻ്റെ പേർക്കും പോകാനുണ്ടായിന്. എനിക്ക് നാളെ ഒരു കുഞ്ഞ് ഫങ്ഷൻ ഉണ്ട്. സോ അതിന് നമുക്ക് ഡ്രസ്സ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മളൊക്കെ ഡ്രസ്സിന് എന്നാലും ഒപ്പിക്കൽസിൽ ഒരു സുഖം വേറെ തന്നെയല്ലേ. അങ്ങനെ എന്താ പറയല്, ഓളെ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ ഡ്രസ്സ് എല്ലാത്തിലും എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ അപ്പം ജസ്റ്റ് ഡിഫറൻസ് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഐസുമാർ അവർ പോകാൻ നിൽക്കുന്നില്ല കേട്ടോ. എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ പോകാൻ നിൽക്കുന്നില്ല. അങ്ങനെ എല്ലാവരും മാമക്ക് ടാറ്റാക്കുമ്പോഴത്തേക്ക് തയ്ച്ചിക്കാൻ ബൈക്കിൽ പോയിട്ട് ആടുന്ന് എന്താ പറയുക ഹെൽമെറ്റ് എടുത്തിട്ട് വന്നത്. ഞാൻ ഹെൽമെറ്റ് ഇട്ടത് കണ്ടത് കൊണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് വന്നത് കേട്ടോ. സോ അങ്ങനെ എന്താ പറയുക ചാച്ചാനെ കൂട്ടി ചാച്ചനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേൻ പോയിട്ട് പറയാം. ചാച്ചൊരു ഉറങ്ങിയിട്ട് എണിച്ചു. അപ്പോഴത്തേക്ക് ചാച്ചാനെ തള്ളിക്കടി. ഇന്നലെ ചാച്ചാൻ്റെ അവിടെ ഒരു കോമഡി ആയാലും എന്ന് വെച്ചെങ്കിൽ കുഞ്ഞിന് മുടി എടുത്തിട്ട് മൊട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജലദോഷമെല്ലാം കുറവായിരുന്നു. അപ്പോൾ ഭാവി പറഞ്ഞാലും തലേന് വെയിറ്റ് കുറഞ്ഞായിരിക്കും, അതുകൊണ്ടായിരിക്കും ജലദോഷം നിന്നത്. അപ്പോഴത്തേക്ക് ചാച്ചക്ക് പകുതി മുടിയില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു അതെന്താ എൻ്റെ തലക്കത് വെയിറ്റ് കുറയാത്തത്, എനിക്ക് ഒന്നുമില്ലല്ലോ തലയിലൊന്നുമില്ല, അത് നിങ്ങൾക്ക് വെയിറ്റ് കുറയാത്തത്, അന്ന് ഫുള്ള് മുട്ട കഴിഞ്ഞ് അന്ന് വെയിറ്റ് കുറയോ നോക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കഥയെല്ലാം പറഞ്ഞ് നല്ല രസമുണ്ടായിന്. ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടുമ്പോൾ ഒരു കഥ തള്ളും മറിക്കലുണ്ട്, നല്ല രസമുണ്ടായിന്. അങ്ങനെ നേരെ കസിൻ്റെ വീട്ടിലെത്തി. ആടുന്ന എന്താ പറയുക ഡ്രസ്സെല്ലാം കുറേ നേരം നോക്കി എന്തെല്ലാം ആവശ്യമുള്ളതെല്ലാം ആടുന്നു കൊട്ടയിലിട്ടിട്ട് നേരെ ചാച്ചനെ വെയിറ്റാക്കി നിൽക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെ എന്താ പറയുക ഒരു കൊട്ടയിൽ എല്ലാം സാധനം ആക്കിയിട്ട് നമ്മളത്തേക്ക് ഇതാ കിടക്കുന്ന ചാച്ച പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഓർണാക്കുന്ന വരണമെന്ന്. ഈ റോഡിൽ ആരും ഓർണാക്കുന്നത് എങ്ങനെ അറിയില്ല. അങ്ങനെ ഫൈന് നമ്മൾ പെരക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.